ഫാമിലി അഖിലേച്ചിനാമായി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വന്നിട്ട് കിച്ചൺ ടൂറാട്ടോ. അപ്പം ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കായിട്ട് ഞാൻ ചെയ്യുന്ന കിച്ചൺ ടൂർ. അപ്പോൾ ആദ്യമായിട്ടാട്ടോ എൻ്റെ ചാനലിൽ ഞാനൊരു കിച്ചൺ ടൂർ ചെയ്യുന്നത്. ഇതിപ്പം ഹൈദരാബാദിലെ കിച്ചൺ ടൂറാണ് കേട്ടോ. എൻ്റെ കിച്ചൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ കുഞ്ഞ് കിച്ചണാണ്, ഭയങ്കര സ്പേസ് ഒന്നുമില്ല. ഒരു 2 പേര് നിന്ന് കഴിഞ്ഞാൽ തിങ്ങിട്ടിരിക്കുന്ന ഒരു മോഡൽ കിച്ചണാണ് ഇവിടുത്തത്. അപ്പോൾ എന്നാലും എനിക്കൊരു കിച്ചൺ ഭയങ്കര ഇഷ്ടമാണ്. മെയിനായിട്ട് കിച്ചൺ വൃത്തിയാക്കാനായിരുന്നാലും അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വെക്കുന്ന കാര്യത്തിനായിരുന്നാലും അത്രയും ഇതുള്ളതുകൊണ്ട് എനിക്ക് വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം കിച്ചൺ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിൻ്റെ എല്ലാ പാർട്ടും ഇഷ്ടമാണ്, പക്ഷെ കിച്ചണിലൂടെ പ്രത്യേക ഒരു എൻ്റെ കുറേ ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് രാവിലെ എണീറ്റാൽ നേരെ പോകുന്നത് അതൊക്കെ നമ്മുടെ കിച്ചണിലാണ്. അതുകൊണ്ട് ആ കിച്ചൺ ഇതാണ്. അപ്പം വലുതായിട്ട് കിച്ചണിൽ ഇതൊന്നും കാണിക്കുന്നില്ല. ഞാൻ സെറ്റ് ചെയ്ത കിച്ചണിൻ്റെ ഒരു ഡിസൈനും സംഭവവും അറേഞ്ച്മെൻറ്റൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല. അപ്പം കിച്ചൺ ടൂർ ഇഷ്ടമുള്ള എല്ലാവരും പെട്ടെന്ന് വീഡിയോ കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു കുറേ അമ്മമാർക്കൊക്കെ നല്ല ഇതായിരിക്കും. എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പറഞ്ഞുതരാം. മെയിനായിട്ട് നമ്മൾ കിച്ചൺ എത്രമാത്രം നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കുന്നു അത്രമാത്രമായിരിക്കും നമ്മൾ കിച്ചണിലോടൊരു ഇഷ്ടം. നമ്മുടെ കിച്ചൺ എന്തുമാത്രം ക്ലീനായിട്ടിരിക്കുന്നു അപ്പോൾ ആ വ്യക്തിയുടെ ഒരു നീറ്റ്നെസ്സും എല്ലാം നമുക്ക് മനസ്സിലാവുമെന്ന് പറയുന്നത് സത്യമാണ്. ഒരിക്കലൊരു ഗ്ലാസ് തന്നെ പുറത്തിരുന്ന് അപ്പോട്ടെ ഒരു സ്പൂണ് പുറത്തിരുന്ന് തിരിച്ച് റീപ്ലേസ് ചെയ്യാണ്ട് കഴുകാണ്ട് വെക്കാതെ എനിക്ക് ഒട്ടും പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വരത്തുള്ളൂ. എപ്പോഴും എന്താണ് ഇപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടും ഇഷാനൊന്നും അങ്ങനെ ചെയ്യുന്നൊന്നുമില്ല. ഇഷാനൊക്കെ ഒരു സ്പൂൺ എടുത്തിട്ട് അവിടെ തന്നെ വെക്കുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് എന്താ അവിടെ വെക്കാത്തത് എന്ന് ഞാൻ ചോദിക്കും. കാരണം എനിക്കത് കിച്ചണിൽ ഒന്ന് മാറിയിരിക്കുമ്പോൾ അതൊരു ഭംഗിക്കൊരു വ്യത്യാസം തോന്നുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ അത്രമാത്രം ഞാൻ എൻ്റെ കിച്ചണിനാക്കുന്നു. പിന്നെ നമ്മുടെ ഒരു ഓൺ കിച്ചണൊന്നും അല്ല ഇവിടുത്തെ കിച്ചണാകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്തോളം നമ്മൾ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് ഡിസൈൻ മാറ്റാനോ അല്ലെങ്കിൽ നമ്മുടെ അറേഞ്ച്മെൻറ്റോ ഇപ്പോൾ തന്നെ മോഡുലാറിൻ്റെ ഒരു ചെറിയ ഒരു ഇതുണ്ടെങ്കിൽ തന്നെ അത്ര ഒരു വിചാരിക്കുന്ന അത്ര പോലെ ഇതൊന്നുമില്ല. പ്ലേറ്റൊക്കെ വെച്ചേക്കുന്നത് കുറേയൊക്കെ ഓപ്പണാണ്, അതൊന്നും ക്ലോസ്ഡ് അല്ല. മണ്ടയിലത്തെ ഷെൽഫ് സംഭവങ്ങളെല്ലാം ഓപ്പണാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഇതൊന്നും നമുക്കുണ്ട്. കാരണം നമ്മുടെ സ്വന്തം അല്ലാത്തതുകൊണ്ട് അവർ തരുന്ന രീതിക്ക് നമുക്ക് വെക്കാനേ പറ്റും. അപ്പം അതിൽ നമ്മൾ എന്തുമാത്രം ചെയ്തു എന്നതാണ് എൻ്റെ കിച്ചണിൽ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പം വേഗം തന്നെ നമുക്കിപ്പോൾ ഒരുപാട് ഇൻട്രോ ഒന്നും പറയാനൊന്നുമില്ല. കിച്ചൺ അങ്ങനെ കാണിക്കാൻ ഒരുപാടൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ ചുമ്മാ വലിച്ച് നീട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീട്ടിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുവാണെങ്കിൽ ചാനലിൽ അഖിലേച്ചിന മൈ സ്റ്റൈൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കാരണം എനിക്ക് വീഡിയോസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും. അപ്പോൾ നേരെ കിച്ചണിലോട്ട് പോകാം. ഞാൻ ഇപ്പോൾ ഹോളിലാണ് വന്നിരിക്കുന്നത് ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോവാം. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് അങ്ങനെ ഒരുപാട് കാണിക്കുന്നില്ല, ഡയറക്റ്റ് കിച്ചണിലോട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ കിച്ചണിലോട്ട് കാണിക്കാം. ഞാൻ ഹോളിൽ നിന്ന് നേരെ പോവാണ് കിച്ചണിലോട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഹോളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉള്ളതാണ്. നമ്മുടെ വീട് തുറക്കുമ്പോൾ തന്നെ കിച്ചണാണ് കാണുന്നത്. അത് ഞാൻ എൻ്റെ ഹോം ടൂർ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാണ് കിച്ചൻ്റെ ഡോറ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറാണ് ഇവിടുത്തെ കിച്ചൻ്റെ ഡോറ് ഇട്ടിരിക്കുന്നത്. ഇവിടുത്തെ ലൈറ്റ് ഞാൻ ഓഫ് ചെയ്തിട്ടേക്കാണ്. എല്ലാ ലൈറ്റ് മാത്രമേ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഡിമ്മായിട്ട് തോന്നുന്നത്. പിന്നെ എന്താ കയറി വരുമ്പോൾ തന്നെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഡോറ് അടയ്ക്കുന്ന സംഭവമൊന്നും പെർമനൻ്റ് അല്ല. എപ്പോഴും ഈ കിച്ചൻ്റെ ഡോറ് നമ്മൾ ഓപ്പൺ ആക്കി ഇടത്തുള്ളൂ. ഇങ്ങനെ അടച്ചിടുന്ന ഒരു ഇതില്ല. കാരണം അടച്ചൊക്കെ ഇടുമ്പോൾ ഇതിനകത്തോട്ട് വന്ന് കയറുമ്പോൾ ഒരു ഇതാണ്. ലൈറ്റ് ഇട്ടുള്ള ഞാനത് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനത്തെ ഒരു നെറ്റിൻ്റെ ബേസിലുള്ള ഒരു കിച്ചൺ ഡോറാണ് കേട്ടോ ഇവിടുത്തെ ഒരു സ്ട്രക്ചർ. ഇതാ ഞാനിപ്പോൾ ഇവിടെ നിന്നത് കയറി വരുന്ന അത്. ഞാൻ മെയിനായിട്ട് കിച്ചൺ എന്നറിയാം മാംസ് കിച്ചൺ. ഇത് നമ്മൾ ഓൺലൈൻ മേടിച്ചതാണ്. പക്ഷെ മാംസ് കിച്ചൺ എന്നല്ല, ഞാനിത് ജീനാസ് കിച്ചൺ ആക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ മാം കിച്ചൺ ഞാനൊന്ന് ഹൈഡ് ചെയ്തിട്ട് ജീനാന്നാക്കാനൊരു പ്ലാനുണ്ട്. 24/7 ഓപ്പൺ അല്ല, ഞാൻ അത്രയൊന്നും ഓപ്പൺ ആക്കി എൻ്റെ കിച്ചൺ ഇടാറില്ല. ഫുഡ് കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് പണി തീർത്തിട്ട് കിച്ചൺ ക്ലോസ് ചെയ്യാനാണ് എൻ്റെ ഒരു പോളിസി. ചുമ്മാ അതിൻ്റെ അകത്ത് അങ്ങനെ എഴുതിയേക്കണമെന്നേ ഉള്ളൂ. അപ്പം ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കിച്ചൺ ഞാൻ എപ്പോഴും ഇങ്ങനെ അടച്ചിടാറില്ല. നമ്മുടെ കിച്ചൺ എപ്പോഴും ഓപ്പൺ. കാരണം കണ്ടോ ഒരു സൗണ്ട് കേട്ടോ, ക്ലിങ്, ഈ സൗണ്ട് എപ്പോഴും കേൾക്കും. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ലൈറ്റ് നമ്മൾ ഓഫ് ചെയ്യും. ഇനി കിച്ചൺ ലൈറ്റ് നമുക്കിടാം. അപ്പോൾ ഇത് കിച്ചൺ ലൈറ്റ്, എക്സോ ഫാൻ്റെ ലൈറ്റ്. അപ്പോൾ ഇത്രയും ലൈറ്റേ ഉള്ളൂ കിച്ചൺ. അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചൺ. കുറഞ്ഞിട്ടുള്ളൊരു കിച്ചണാണ്. എന്തുമാത്രം നമ്മൾ വെക്കുന്നു അതനുസരിച്ചാണ്. അപ്പോൾ 1 by 1 ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ നമുക്കൊരു വീട് കിട്ടുമ്പോൾ തന്നെ നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ കിച്ചൺ ഇങ്ങനെ ഉണ്ടെന്നാണല്ലോ നമ്മൾ ആദ്യം നോക്കുന്നത്. ആ നോക്കി തന്നെ എനിക്ക് ഒറ്റയടിക്ക് തന്നെ ഇവിടുത്തെ കിച്ചൺ ഭയങ്കരധികം ഇഷ്ടപ്പെട്ടു. നല്ല കിച്ചൺ തന്നെയാണ് പറഞ്ഞത്. കാരണം ഈ ഒരു വീട് വന്നിട്ട് ഈ ഒരു ക്വാർട്ടർ വന്നിട്ട് നമ്മുടെ റിനോവേഷൻ കഴിഞ്ഞിട്ടുള്ള ക്വാർട്ടറാണ്. അപ്പോൾ റിനോവേഷൻ ചെയ്തപ്പോൾ പുതിയ ടൈൽസും പുതിയ ഒരു ഇതും കൗണ്ടർ ടോപ്പും എല്ലാം ന്യൂ വണ്ണാണ്. ഈ ടൈൽ സെറ്റ് എല്ലാ സംഭവങ്ങളും. അപ്പോൾ നമുക്ക് അത്രയും നമ്മളായിരുന്നു അപ്പോൾ ന്യൂ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഒരു ഭംഗി ഈ കിച്ചണിലുണ്ടായിരുന്നു. എവിടെ നിന്ന് തുടങ്ങണം അല്ലേ? ഓക്കെ, ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ നേരെ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വന്ന് പറഞ്ഞ് നമുക്ക് ഇറങ്ങി പോവാം. ഇത്രയേ ഉള്ളൂ കേട്ടോ കിച്ചണിൻ്റെ ഇത്. കയറി വരുമ്പോൾ ഇവിടെ തന്നെ ടവൽ ഹാങ്ങിങ് ആണ് കേട്ടോ ഉള്ളത്. ഇപ്പോൾ 2-3 ടവൽസ് ഞാനിവിടെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. കണ്ടോ, അവിടെ ഒരെണ്ണമുണ്ട്. അത് വന്നിട്ട് ഓരോന്നിനും ഓരോരോ പർപ്പസാണ് കേട്ടോ. അതാണ് ഇത് മെയിനായിട്ട് നമുക്ക് ഹാൻഡൊക്കെ നമ്മുടെ കൈയൊക്കെ എല്ലാം കഴിഞ്ഞിട്ടൊന്ന് തുടച്ചിട്ട് പോകാം. പെട്ടെന്ന് നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മളെ വിളിക്കുന്നത്. അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കയ്യിൽ നനവുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സിലൊന്നും ഇട്ട് തേക്കാറുണ്ട്. കൈ ഇത് തുടച്ചിട്ട് പോകാൻ വേണ്ടി മാത്രമാണ് ഈ ടവൽ ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു ഓർഗനൈസർ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടീ കപ്പൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡെയിലി കുടിക്കുന്നതൊന്നുമല്ല, ഗസ്റ്റ് അങ്ങനത്തെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ടീ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ളൊരു ടീ സെറ്റ് മാതിരിയുള്ള ഇതാണ്. അതിൻ്റെ കൂടെ വിത്ത് ഹാങ്ങിങ്. ഇത് ഹാങ്ങിങ് ഉള്ളത് തന്നെയാണ് ഞാൻ ഓൺലൈൻ പർച്ചേസ് ചെയ്തത്. കാരണം ഇതിൻ്റെ യൂസ് എന്ന് വെച്ചാൽ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്ലേറ്റ്സ് കുക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അടുപ്പിൽ വെക്കില്ലേ, പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് വെള്ളം നനവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പാൻ തുടയ്ക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നമ്മൾ സെർവിങ് പ്ലേറ്റ് അങ്ങനെ എന്തെങ്കിലും നനവുണ്ടെങ്കിൽ അത് തുടയ്ക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ഈ ഒരു ടവൽ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നീറ്റായിട്ടുള്ള ടവലാണ്. കാരണം നമുക്ക് സെർവിങ്ങിൻ്റെ സമയത്തുള്ളത് ചുമ്മാ ഹാൻഡൊന്നും എടുത്ത് തുടയ്ക്കാനൊന്നും ഞാൻ എടുക്കത്തില്ല. അതിന് വേണ്ടി ഇതാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ഞാനൊരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ഞാനൊരു സാധനം കാണിച്ചു തരാം. ആ ഒരു സാധനം കഴുകിയിട്ട് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ സാധനങ്ങളും ഓരോ യൂസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. എൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ ആരോ വാട്ടർ, ഇവിടുത്തെ ആരോ വാട്ടറാണ് നമ്മൾ കുടിക്കുന്നത്. ആ ഒരു ആരോ വാട്ടറിൻ്റെ ഇത് നമ്മളൊരു ചെയറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഞാനൊരു കുഞ്ഞ് ഡസ്റ്റ്ബിന്നാണ്. ഡസ്റ്റ്ബിന്നിൽ ഞാൻ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇതിനകത്താണ് ചെറുതാട്ടോ. അപ്പോൾ ഒരു ഡെയിലി നമുക്ക് പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ടുപോകാനുള്ള ആൾ വരും. അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ യൂസേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഡസ്റ്റ്ബിൻ വെച്ചിരിക്കുന്നത്. ഇപ്പം നാളെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡസ്റ്റ്ബിനാണ്. വലുതിൻ്റെ ആവശ്യമില്ല. വലിയ ഡസ്റ്റ്ബിൻ ഇവിടെ വെച്ചിരിക്കുന്നത്. അത് നമ്മൾ കവറിലിട്ട് കൊടുത്തിട്ട് കവറിൽ വെക്കും. അപ്പോൾ അത് വേസ്റ്റ് കളയാനായിട്ട് ആ കോർണർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഷെൽഫ് വരുന്നുണ്ട്. ഇവിടെയാണ് മിക്ക പാത്രങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വെച്ചിട്ടുള്ളത്. മണ്ടയിൽ നമുക്ക് സ്നാക്സിൻ്റെ ഒരു ബോക്സ് അങ്ങനെ സ്പ്രൗട്ട്സിൻ്റെ സംഭവങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇതിനകത്ത് വന്നിട്ട് ഫോയിലിൻ്റെ പേപ്പർ അടിക്കുന്നത്, പിന്നെന്താ ഇത് മാവൊക്കെ അരിക്കുന്ന സാധനം, പിന്നെ നമ്മുടെ കാസ്ട്രോള്, അരി കഴുകുന്നത്, ചപ്പാത്തിയുടെ ഉരുട്ടുന്ന റോളർ, അങ്ങനെയൊക്കെയുള്ള കൊച്ചു സാധനങ്ങൾ അവിടെ വെക്കും. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ ഇഷ്ടമുള്ള സാധനങ്ങൾ കേട്ടോ. ഞാനിപ്പോൾ അതാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് അത്രയും സാധനങ്ങൾ മതി. ഇതിൽ കൂടുതലാക്കി കഴിഞ്ഞാൽ അവിടുന്ന് ഓരോന്ന് നോക്കി വീണ് ഈ തറയെ വീഴൊക്കെ അവിടെ നിന്നോണ്ടിരിക്കുമ്പോഴായിരിക്കും അവിടെ നിന്നുള്ള സാധനങ്ങളെല്ലാം കൂടെ നമ്മുടെ തലയ്ക്ക് വരുന്നത്. അവിടെ ഞാൻ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാനവിടെ വെച്ചിട്ടുള്ളൂ. പിന്നെ തൊട്ട് താഴെ തന്നെ കുറച്ച് ബൗൾസാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം ബൗളാണ്. ഇതിനകത്തെല്ലാം ഗ്ലാസ് ബൗളും ഉണ്ട്, സ്റ്റീലും ഉണ്ട്. ഒരേപോലത്തെ സാധനങ്ങൾ തന്നെ മാക്സിമം ഒരേ സ്ഥലത്ത് വെക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. കാരണം നമുക്ക് അത്രയും കൺജസ്റ്റഡ് ആണ്. പിന്നെ എനിക്ക് ഒരുപാട് തരത്തിലുള്ള പാത്രത്തിൻ്റെ കളക്ഷൻസോ അങ്ങനെയൊന്നുമില്ല, കുറച്ചൊക്കെ ഉള്ളൂ. ആവശ്യത്തിന് യൂസ് ചെയ്യുന്ന മാത്രമേ ഞാനിപ്പോൾ കിച്ചണിൽ എടുത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഗ്ലാസിൻ്റെയും സ്റ്റീലിൻ്റെയും ബൗള്, പിന്നെ ചെറിയ ബൗൾ, ഇതൊന്നും വലിയ യൂസേ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതൊക്കെ ഉള്ളിലോട്ടെടുത്ത് വെച്ചിരിക്കുന്നത്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് ചെറിയ മഗ്ഗാട്ടോ, അതിപ്പോൾ എടുത്ത് മാറ്റി ആരോ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതവിടെ വെക്കാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പം ഇവിടെ എല്ലാം ഫുള്ളാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പ്ലേറ്റാണ്. ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രം ഉള്ളതുകൊണ്ട് അത്രയ്ക്കുള്ളത് മാത്രമേ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഗ്ലൗസ്, അങ്ങനെ പിന്നെ
സ്റ്റീലും വെച്ചിട്ടുണ്ട്. ഡിന്നർ സെറ്റിൻ്റെ പ്ലേറ്റ് നമ്മളിവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 2 എടുത്ത് വെച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ അകത്ത് എടുത്ത് വെക്കണം. കാരണം നമ്മൾ 2 പേര് മാത്രമേ ഉള്ളൂ. ഇത്രയും പ്ലേറ്റ് ചെയ്യാൻ നമുക്ക് അൺനെസസറി ആണ്. പിന്നെ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഫുഡിന് കറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അരിയാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം നമ്മൾ അകത്താണ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഡിന്നർ സെറ്റിൻ്റെ ഫുൾ സെറ്റൊന്നും ഞാൻ ഇവിടെ എടുത്ത് എക്സ്പോസ് ചെയ്തിട്ടേ ഇല്ല. അതൊക്കെ എൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ അറ്റത്ത് വന്നിട്ട് നമ്മൾ ചപ്പാത്തിയുടെ സർവിങ് ചെയ്യുന്ന സംഭവം അങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊക്കെ പുതിയതായിട്ട് മേടിച്ചതാണ്. അപ്പോൾ മേടിച്ചപ്പോൾ അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അത് ഈ ഒരു സാധനം ഇരുന്നതിന് മുമ്പേ 3 പ്ലേറ്റ് 3 ഇതിൽ തന്നെ റാക്കിൽ തന്നെ ആയിരുന്നു ഇരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് വന്നപ്പം കുറച്ച് കൺജസ്റ്റഡൊക്കെ വെച്ചു. പിന്നെ തൊട്ട് താഴെ ഗ്ലാസ്, സ്പൂണ് സംഭവങ്ങളെല്ലാം ഇവിടെ ഹാങ് ചെയ്യാനായിട്ടുള്ള ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തു. നമുക്ക് ഇത് ഇവിടുത്തെ ആണ് കേട്ടോ, നമ്മുടെ സ്വന്തമല്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്തു. അല്ലാണ്ടൊന്നും വെച്ചിട്ടില്ല. ഇത് വന്നില്ല പപ്പടം കുത്തി ഒരു ഗ്യാപ്പുണ്ട്. ഞാൻ അതും അതിൻ്റെ അകത്ത് തന്നെ വെച്ചു. പിന്നെ അവിടെ കുറച്ച് ഗ്ലാസ്, സ്റ്റീലിൻ്റെത്, പിന്നെ കുറച്ച് കപ്പ്, ഇതൊക്കെ അഡീഷണലാണ്. അവിടെ നമ്മൾ ഒലിവറിൻ്റെ പ്ലേറ്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് മാത്രമാണ് ഈ ഒരു സെറ്റിൽ ഒലിവറിൻ്റെ എന്ന് പറയാൻ. അപ്പോൾ അത്രയും സ്പേസ് എടുത്തു. അപ്പം ഒലിവറിൻ്റെ പ്ലേറ്റ് എടുക്കണമെങ്കിൽ അടുക്കളയിൽ വന്നിട്ട് ഇവിടെ ഒന്ന് എടുക്കാൻ മതി. അപ്പം ഞാൻ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പം ഇന്ന സ്ഥലത്ത് എവിടെയെന്ന് പറയുമ്പോൾ ആൾക്ക് വന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എൻ്റെ കിച്ചണിൽ അതുമാതിരിയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്രയും വന്നിട്ട് ഒലിവറിൻ്റെ 3 നേരത്തെ പ്ലേറ്റാണ്. അതെല്ലാം ഞാൻ ഒരുമിച്ചാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഒലിവറിൻ്റെ ഒരു ബൗളാണ്. ഇതിങ്ങനെ കയറാത്തതുകൊണ്ട് സൈഡിൽ വെച്ചു. അതിൻ്റെയൊക്കെ പുറകിൽ വന്നിട്ട് ഇതിൻ്റെയൊക്കെ അടപ്പുകളെല്ലാം വരും. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ ഒലിവറിൻ്റെ സ്പൂണുകളെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു അറ്റത്ത് തന്നെ ഒലിവറിൻ്റെ ഒലിവറിൻ്റെ 36 ഡിഗ്രിയുടെ ബൗള്, സ്നാക്സ് ബൗളെന്നാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ ജ്യൂസർ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ സ്പൂൺ അവിടെ അങ്ങനെയൊക്കെ ഓരോന്നും നമ്മൾ അകത്താക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഒലിവറിൻ്റെയാണ് ഈ ഒരു ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ മാത്രം എൻ്റെ കിച്ചൺ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒന്നും സംഭവിക്കില്ല. നമ്മൾ ഒരു സാധനം എടുക്കുമ്പോൾ നല്ല കെയർഫുള്ളായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. തിരിച്ചതുപോലെ തന്നെ വയ്ക്കും. ഇപ്പം ഞാൻ വന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി സ്റ്റാൻഡ്, ഫോൺ എല്ലാം കൂടെ കൈ പിടിച്ച് നിങ്ങളോട് സംസാരിച്ചെടുക്കുന്നതുകൊണ്ടാട്ടോ കുറച്ച് ലാഗിങ് വരുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ സ്പൂണുകളെല്ലാം നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. സ്പൂണിന് ഞാൻ അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ അല്ലറ ചില്ലറ പെയർ പോലും ഇല്ലാത്ത കുറേ സാധനങ്ങളില്ലേ, അതെല്ലാം നമ്മൾ ഒരുമിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അരിപ്പ സാധനങ്ങളെല്ലാം ഒരുമിച്ച്, പിന്നെ ഇങ്ങനത്തെ തവി മാതിരി ഉള്ളത് ഇങ്ങനെ, പിന്നെ നമ്മുടെ ഈ സ്പൂണില്ലേ അതൊരുമിച്ച്, പിന്നെ ഈ ഒരറ്റത്ത് നമുക്ക് വലിയ അത്യാവശ്യങ്ങളില്ലാത്ത സാധനങ്ങൾ അങ്ങനെയൊക്കെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അത് പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മൾ ഈ ഒരു ടവൽ വന്നിട്ട് ഇവിടെ എല്ലാം തുടയ്ക്കാനും ഡൈനിങ് ടേബിൾ വൃത്തിയാക്കാനും ഗ്യാസ്, ഇൻഡക്ഷൻ അങ്ങനത്തെ സംഭവങ്ങൾ, തുടപ്പ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടവലാണ് ഇത്. കുറച്ച് ഡയർട്ടി ആയിരിക്കും, കാരണം അഴുക്കൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നതല്ലേ അങ്ങനെ. പിന്നെ അതിൻ്റെ അറ്റത്ത് തന്നെ നമ്മൾ ഇങ്ങനത്തെ ഡസ്പാൻ്റെ ഈ ഒരു ഇത് വരുന്നതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ക്ലീനിങ്ങിനാണ്. കുറച്ച് സാധനങ്ങളൊക്കെ മാത്രം ഉണ്ടെങ്കിൽ ഡസ്പാനിൽ നമുക്ക് മാറ്റി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇത്. പിന്നെ വല്ലതും എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ ഇല്ലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ക്ലീനിങ് സാധനങ്ങളെല്ലാം ഈ ഒരു ഹാങ്ങിങ് ഞാൻ സെറ്റ് ചെയ്തു. ഇത് ഞാൻ ഓൺലൈൻ പർച്ചേസ് ചെയ്തതാട്ടോ ഈ ഒരു സംഭവം. പിന്നെ നമുക്ക് നേരെ വരുന്നത് നമ്മൾ അടുക്കളയിൽ നിന്ന് ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ നേരെ കാണുന്നത് ഇവിടെ തന്നെ മെയിനായിട്ട് ഞാൻ സെറ്റ് ചെയ്ത ഒരു ക്ലോക്കാണ്. എനിക്ക് ക്ലോക്ക് വളരെ അത്യാവശ്യമായിരുന്നു. അങ്ങനെ ഞാൻ നല്ല ഡിസൈൻ ഈ ക്ലോക്ക് സെറ്റ് ചെയ്തതിൻ്റെ അന്ന് ഒരു റീലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. റീൽ പോലെ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലോക്ക് ഞാൻ സെറ്റ് ചെയ്തത് ഇപ്പോൾ കപ്പ് സ്റ്റാൻഡ് കിച്ചണൊക്കെ ആയതുകൊണ്ട് ഞാൻ കിച്ചണിൽ ഈ ഒരു ഡിസൈനാണ് എടുത്തത്. അപ്പോൾ ഇത് നല്ലതാണ് കേട്ടോ. നല്ല ലുക്ക് വരുന്നുണ്ട് കിച്ചണിൽ. മെയിനായിട്ട് ക്ലോക്ക് കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് സമയത്തിനനുസരിച്ച് വെച്ചാൽ മോർണിംഗ് ഡ്യൂട്ടി, ആഫ്റ്റർനൂൺ സംഭവങ്ങൾ എല്ലാം വരുമ്പോൾ ടൈം നോക്കി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു. മുമ്പ് ഒരു കുട്ടി ക്ലോക്ക് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് കാണാനായാലും എടുക്കാനായാലും സമയം പോകുന്ന അറിയത്തില്ല. മോർണിംഗ് ചിലപ്പോൾ 7 o'clock പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണം. അപ്പോൾ ഏത് ഡ്യൂട്ടി ആയിരുന്നാലും ടൈം അനുസരിച്ച് ചെയ്യാൻ ഒരു ക്ലോക്ക് കിച്ചണിൽ ഭയങ്കര അധികം അത്യാവശ്യമാണ്. പിന്നെ ഫാൻ സംഭവം എക്സ്ട്രാ ഫാൻ ഉള്ളതുകൊണ്ട് നമ്മൾ വേറെ ഫാനുകളൊന്നും ആക്കിയില്ല. ഇവിടുത്തെ സ്വന്തം ഫാനാണ്. അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്തില്ല. അപ്പോൾ ക്ലോക്ക് എനിക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞ ഡിസൈനൊക്കെ നോക്കിയിട്ട് ഇത് വിൻഡോയിൽ ചെയ്തു. ഇത് ഓപ്പൺ ആൻഡ് ക്ലോസ് ഒക്കെ ആക്കാൻ പറ്റും. പിന്നെ തണുപ്പായതുകൊണ്ട് രാവിലെ ഒരു സമയത്ത് പോലും നമ്മളിത് ഓപ്പണാക്കി ഇടത്തില്ല. നെറ്റ് ഇത് ഔട്ട് സൈഡിലാണ് നെറ്റും വരുന്നത്, ഇവിടെ ഗ്ലാസ്സാണ് വരുന്നത്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ആ ഒരു സെറ്റപ്പിൽ നമ്മുടെ ക്ലോക്ക് ഇവിടെ സെറ്റ് ചെയ്തു.
പിന്നെ ഫാനിൻ്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഫാൻ യൂസ് ചെയ്താൽ മതി. നമുക്ക് ചൂട് സാധനങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അങ്ങ് കറക്റ്റാവും. പിന്നെ അത് നേരെ താഴേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ഈ അടുത്തൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അറ്റത്തൊക്കെ തന്നെ കഴുകാൻ വേണ്ടിയിട്ടുള്ള ബ്രഷൊക്കെ കണ്ടോ ഇപ്പോൾ. അതൊക്കെ ഞാൻ ഒളിപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. ഒന്നും എക്സ്പോസിങ് അല്ല, വൃത്തിയില്ലാത്ത സാധനങ്ങളെല്ലാം നല്ല രീതിയിൽ ഒളിപ്പിച്ച് വെക്കുക. നോക്കണം, ഈ കിച്ചൻ്റെ ഈ താഴേക്ക് എന്തുമാത്രം സാധനങ്ങൾ കാണുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. എല്ലാം അടുക്കി ഉള്ളിൽ കയറ്റി വെച്ച് എക്സ്പോസ് ചെയ്യാത്ത രീതിയിലാണ് ഞാൻ എൻ്റെ കിച്ചൺ സെറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെയൊക്കെ ആക്കുമ്പോഴേ നമുക്ക് കിച്ചൺ കൂടുതൽ ഭംഗിയായിട്ട് നിൽക്കാനായിട്ട് പറ്റും. പിന്നെ മാക്സിമം സ്പേസ് അതും ഭയങ്കര അധികം ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയും കിച്ചണിൽ സ്പേസ് ഒഴിച്ചിട്ടാൽ അത്ര ഭംഗി കാണത്തുള്ളൂ. ഇവിടെ കാണുന്നത് സംഭവങ്ങളെല്ലാം നിരത്തി പിടിച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും തന്നെ ഇവിടെ ഒരു നമ്മുടെ സ്വന്തം കിച്ചണാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും റാക്ക് പോലെ ആക്കി കഴിഞ്ഞാൽ ഇത്രയും പരത്തിലൊക്കെ കുറയുമ്പോൾ അത്രയും ഭംഗിയായിരിക്കും. നമുക്ക് അങ്ങനെ ഒരു സെറ്റപ്പ് ആക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ വെച്ചിട്ടുള്ളത്. എന്നാലും ഇത് നമ്മൾ ബെസ്റ്റ് ആക്കാൻ തന്നെയാണ് നോക്കിയിട്ടുള്ളത്. പിന്നെ ഈ നോക്കുമ്പം തന്നെ ഇങ്ങനെ ഇത് നമ്മുടെ ചൂടിന് വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നതാണ്. ഇങ്ങനെ എന്തെങ്കിലും കപ്പ് അങ്ങനത്തെ പർപ്പസിന് യൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ ഡൈനിങ് ടേബിളിലേക്ക് ചൂടുള്ള ഫുഡ് സംഭവങ്ങളൊക്കെ കൊണ്ടുപോകത്തില്ലേ, അങ്ങനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഈ ഒരു സാധനം എടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്. തിരിച്ച് വന്നിട്ട് നമ്മൾ ഇവിടെ എടുത്ത് റീപ്ലേസ് ചെയ്ത് വെക്കും. അങ്ങനെ ഞാൻ മേടിച്ചിട്ട് പല ഷേപ്പിൻ്റെ ഇതാട്ടോ. ഇത് ഫിഷ്, ഇത് ക്യാറ്റ്, പിന്നെ 2 എണ്ണമൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഓരോരുത്തർ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടി അതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അല്ല വെറുതെ ഷോക്കല്ല, ഇതൊക്കെ ഓരോരോ യൂസ് ഉണ്ട്. പിന്നെ ഈ ഒരു ചെയർ കണ്ടോ, ഈ ഒരു ചെയർ വന്നിട്ട് എനിക്ക് കുക്കിംഗ് സമയത്ത് സീരിയൽ കാണാനും അല്ലെങ്കിൽ കുക്കിങ്ങിൽ എന്തെങ്കിലും ഫോണ് സംഭവങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സെറ്റ് ചെയ്തത്. എൻ്റെ നേർക്ക് തന്നെ വെച്ച് ഫോണ് ഞാനിവിടെ വെച്ചിട്ടാണ് ഓരോന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിവിടുത്തെ ഫിക്സഡ് സാധനമാണ് കേട്ടോ. വെറുതെ ഒറ്റയ്ക്ക് നിന്ന് കിച്ചണിൽ എനിക്ക് ചെയ്യാൻ ഒരു താല്പര്യമില്ല. ഫോണോ എന്തെങ്കിലും ഉണ്ട്, മിക്കവാറും സീരിയൽസാണ് ഞാൻ കാണാറുള്ളത്. അല്ലാതെ സീരിയലിന് വേണ്ടിയിട്ട് സമയം എടുത്ത് ഞാൻ കാണില്ല. ഞാൻ എന്തെങ്കിലും കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും എനിക്ക് എന്തെങ്കിലും തുണി മടക്കൽ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ സീരിയൽ വെച്ച് കാണത്തുള്ളൂ. അതിനുവേണ്ടി അപ്പോഴും ഞാൻ ടൈം എടുക്കത്തുള്ളൂ. ചുമ്മാ നിൽക്കാതെ അതെങ്കിലും കണ്ടു തീർക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത് മേടിച്ച കേട്ടോ ഇത്. പിന്നെ ഇതാണ് എൻ്റെ ഈ ചായൻ്റെയും ടീ കപ്പ്. ഞങ്ങൾ ഡെയിലി ചായ കുടിക്കുന്ന സംഭവം ഇതിനകത്താണ്. ഇതെൻ്റെത്, ഇത് ചായൻ്റെത്. പിന്നെ നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ സ്പൂണുകൾ സംഭവങ്ങളിൽ ഫുഡിൻ്റെ എല്ലാ സ്പൂണുകളും നമ്മൾ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെന്താ, ഇതൊരു ക്ലോക്കാണ്. ഇത് ചാൻ്റെ സ്കൂൾ സമയത്തേ ഉള്ളൊരു ക്ലോക്കാണ്. പക്ഷേ ഇപ്പോൾ അത് ഓടത്തില്ല. പക്ഷേ ക്ലോക്ക് അങ്ങനെ കളയാൻ പറ്റത്തില്ല. ചാൻ്റെ സ്കൂൾ ഏജിൻ്റെ സമയത്തുള്ളൊരു ക്ലോക്ക് ആയതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് കളയാൻ തോന്നിയില്ല. നല്ല ഭംഗിയായിട്ട് തോന്നിയതുകൊണ്ട് നമ്മൾ അതവിടെ വെച്ചു. പിന്നെ ഇതിനകത്ത് കുറേ അല്ലാതെ ചില സാധനങ്ങൾ നമ്മൾ വൃത്തിയാക്കുമ്പോൾ നട്ട് പോട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ല, അങ്ങനെയൊക്കെ ഞാൻ എടുത്ത് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. കാരണം പിന്നെ ആ ഒരു സാധനം നമ്മൾ നോക്കുമ്പോഴായിരിക്കും അയ്യോ അത് തൂത്തപ്പം അവിടെ കണ്ടല്ലോ, ഇവിടെ കണ്ടല്ലോ. അപ്പം കിട്ടുന്ന എല്ലാ സാധനവും ഇവിടെ തന്നെ കണ്ടിട്ട് പിന്നെ അപ്പം നമുക്ക് യൂസ് ചെയ്ത് തിരിച്ചതിനകത്ത് വെക്കാനും പറ്റും. ഭയങ്കര യൂസ്ഫുള്ളായിട്ട് നമുക്ക് തൂക്കുമ്പോഴായിരിക്കും കുഞ്ഞു കുട്ടിയല്ലോ ഒലിവർ വന്നിട്ട് ഓരോന്നൊക്കെ എടുത്ത് അവിടെ എവിടെയും കൊണ്ടിടുമ്പോൾ നമുക്ക് കൈ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ തൂക്കുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ അത് എവിടെയെങ്കിലും സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സാധനം എടുക്കുമ്പോൾ ഫിറ്റ് ചെയ്യാനായാലും ഒട്ടിക്കാനായാലും ഇത് ഭയങ്കരധികം യൂസ്ഫുള്ളാണ്. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് ഓയിൽസുകളെല്ലാം വരും. ഇതൊക്കെ നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്താൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ടൈപ്പ് ഓയിൽ. പിന്നെ ഇത് സൺഫ്ലവർ, ഇത് നമ്മുടെ കോക്കനട്ട് ഓയിൽ തണുപ്പ് കാരണം കട്ടിയായിപ്പോയി. സൺഫ്ലവർ അങ്ങനെ ആവാത്തതുകൊണ്ട് നമുക്ക് ഓയിൽസ് തിരിച്ചറിയാൻ നല്ല എളുപ്പമാണ് അറിഞ്ഞിടാത്തവർക്ക് കേട്ടോ. പിന്നെ നമ്മുടെ ഈ കോർണറിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര അയ്യോ, പിന്നെ ഇവിടെ അറ്റത്താണ് എൻ്റെ ഇരുമ്പ് ഞാൻ വെച്ചിരിക്കുന്നത്, എൻ്റെ കത്തി നാട്ടിലത്തെ. അത് ഞാൻ കുറച്ച് കോൾഡ് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് സൗണ്ടിന് കുറച്ച് പ്രശ്നം. അങ്ങനെ കത്തി ഞാൻ ഈ സൈഡിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കണം. ഇത്രയേ ഉള്ളൂ അവിടുത്തെ ഒരിത്. പിന്നെ ഈ ഒരു സൈഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ്, ഈ ഒരു കോർണർ സ്റ്റാൻഡ് നമ്മൾ വെച്ചിട്ടുണ്ട്. കോർണർ സ്റ്റാൻഡ് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ തന്നെ നമ്മൾ മെയിനായിട്ട് ഈ ഒരു സ്റ്റാൻഡ് വെച്ചേക്കാണെന്ന് വെച്ചാൽ കുക്ക് ചെയ്തിട്ട് എനിക്ക് അപ്പോഴും തന്നെ അതിൻ്റെ ചൂട് പോയ ശേഷം ഇങ്ങനത്തെയുള്ള പ്ലേറ്റ്സിലൊക്കെ നമ്മളെടുത്ത് മാറ്റി വയ്ക്കും. അല്ലാതെ എനിക്ക് വെച്ച പാത്രങ്ങൾ എടുത്ത് ഇവിടെ വെക്കുന്നതിൻ്റെ ഒട്ടും താല്പര്യമില്ല. കാരണം അത്രയും സ്പേസാണ് നമുക്ക് പോകുന്നത്. അപ്പം ചില സമയത്ത് ചില കറികൾ ചിലപ്പോൾ രാവിലെ കറി വെക്കുവാണെങ്കിൽ ഉച്ചയ്ക്ക് കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം എംറ്റിയാണ്. ഇപ്പം ഫ്രിഡ്ജിലെടുത്ത് വെച്ചില്ല. എന്നിട്ട് പിന്നെ വൈകിട്ട് എടുക്കുമ്പോൾ ചൂടാക്കിയേ കഴിക്കത്തുള്ളൂ. അങ്ങനെയാണ് ഞാൻ കിച്ചണിലെ കറികളൊക്കെ സംഭവങ്ങൾ വയ്ക്കുന്നത്. ഇപ്പോൾ ഇത് ഇന്നത്തെ കറികളുടെ ഒരിതാണ്. ഇത്രയും കറികളുണ്ട്. ഇത് ചോറ് വരെ ഞാൻ എന്ത് ചെയ്യും, ഇതിനകത്ത് എടുത്ത് വയ്ക്കും. കാരണം ചോറിനകത്ത് വയ്ക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. ചോറ് വന്നിട്ട് എന്തായാലും രാവിലെ വെച്ചെന്ന് പറയുന്നത് നാട്ടിലത്തെ അരിയല്ല.
ഗജരാജൻസിൻ്റെ റൈസൊക്കെ. ചോറ് വന്നിട്ട് തണുത്ത് പോകുന്നുണ്ട്. അപ്പോൾ തണുത്ത് പോകുമ്പോൾ എന്തായാലും ഒന്ന് തിളപ്പിച്ചിട്ടേ നമുക്കിത് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് എന്തായാലും തിളപ്പിച്ച് വെക്കണം. നമ്മളിപ്പോൾ ചൂട് എന്തായാലും ചൂടോടെ വെച്ചാലും വൈകിട്ട് എന്തായാലും അത് തണുത്ത് പോകും. അപ്പോൾ പിന്നെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ എടുത്താക്കുമ്പോൾ ആ ചോറ് വെച്ച കുക്കറിൻ്റെയും വലിയ പാത്രത്തിൻ്റെയും ഒരു സ്പേസ് അത്രയും പോവില്ല. അങ്ങനെയാണ് കേട്ടോ ഞാൻ എൻ്റെ കറികളെല്ലാം എടുത്ത് ഇവിടെ വെച്ചിരിക്കുന്നത്. ആ സാധനം അപ്പത്തിന് ആട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് എന്നുമില്ല. അത് പിറ്റേ ദിവസം അപ്പം ഉള്ള ദിവസം മാത്രമേ നമുക്ക് ആ ഒരു സാധനത്തിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇത് ഇല്ലാണ്ടാണ് കേട്ടോ എപ്പോഴും വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് സ്ഥിരമായിട്ടുള്ളതല്ല. കണ്ടോ, ഇത്രയാണ് സ്ഥിരമായിട്ട് എൻ്റെ ഇത് കാണുന്നത്. പിന്നെ ഇത് വന്നിട്ട് ഉപ്പ് വന്നിട്ട് ഞാൻ ഗ്യാസിൻ്റെ അടുത്ത് തന്നെ വെച്ചു. ഏറ്റവും കൂടുതൽ നല്ലൊരു ഓപ്ഷൻ ആട്ടോ ഉപ്പ് വന്നിട്ട്. ഗ്യാസ് ഭരണി വെക്കുന്നത് നല്ലതാണ്. ചില്ലിൻ്റെ പാത്രത്തിലാകുമ്പോൾ ഉപ്പ് നല്ല ഇതായിട്ടിരിക്കും. ഒരു സ്പൂണ് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്തായതുകൊണ്ട് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ ആരെങ്കിലും നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഫോളോ കേട്ടോ. കാരണം നമുക്ക് കുക്ക് ചെയ്യുക, ഇവിടെ നിന്ന് എടുത്തിടുക, തിരിച്ച് വെക്കുക. അപ്പം ഇത് നല്ല കെയർഫുള്ളായിട്ടൊക്കെ സൂക്ഷിച്ച് വെക്കണം, അല്ലെങ്കിൽ പോവും ആ ഒരു രീതിയിൽ. പിന്നെ ഇതിൻ്റെ അടിയിൽ നമ്മൾ നേരത്തെ ആ സംഭവമില്ലേ, അത് ഞാൻ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ പ്ലെയിനാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ എന്തിൻ്റെങ്കിലും അടിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതെൻ്റെ ഗ്യാസ് സ്റ്റൗ. പിന്നെ എൻ്റെ അറ്റത്ത് തന്നെ ഞാൻ ഫ്ലാസ്ക് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫ്ലാസ്ക് വന്നിട്ട് എൻ്റെ കുറേ വർഷങ്ങളായി. എൻ്റെ പഴയ ഫ്രണ്ട്സ് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയായിരിക്കും. വർഷങ്ങളായിട്ട് ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് 2015 അതിന് മുൻപ് തന്നെ അപ്പോഴേ ഉള്ള ഫ്ലാസ്ക്കാണ് കേട്ടോ. അതുകൊണ്ട് എന്നെ ഈ ഫ്ലാസ്കിലാണ് എല്ലാവരും കളിയാക്കുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലാസ്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് കുടിക്കാനാണ്. പക്ഷേ ഞാൻ അങ്ങനെ വയ്ക്കത്തില്ല. ഇപ്പം ഞാൻ ഷോക്കാണ് വെച്ചിട്ടുള്ളത്. വെള്ളം കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ചൂടുവെള്ളം എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മളിങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നേരെ നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ചുണ്ട്. ഞാൻ പിന്നെ പറഞ്ഞു നേരെ ഇവിടെ വരുമ്പം നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ, സ്റ്റൗ, കെറ്റിൽ, മിക്സി, ബ്ലെൻഡർ എല്ലാം സംഭവങ്ങൾ വരും കേട്ടോ. അതും നമ്മൾ നീറ്റായിട്ട് തന്നെ വയ്ക്കും. ഇത് ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് കറിയാണ്. ബീഫ് കറിയുടെ ഈ ഒരു സംഭവവും വലിയ ഇതായതുകൊണ്ട് കേട്ടോ അതിൻ്റെ മണ്ടയിലൊന്നും കയറത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇൻഡക്ഷനിൽ തന്നെ വെച്ചത്. ഇൻഡക്ഷനിൽ തന്നെയാണ് വെച്ചത്. എപ്പോഴും കിച്ചണിൽ ഇതാണ് കാണുന്നൊരു ലുക്ക്. ഇത് അഡീഷണൽ വന്നതുകൊണ്ടാട്ടോ ഇതിവിടെ വന്നത്. ഇൻഡക്ഷൻ എപ്പോഴും തുടക്കും. ഇതും 5-6 വർഷമായ ഇൻഡക്ഷനാണ്. പക്ഷേ നമ്മൾ നീറ്റാക്കി വെക്കുന്നത് കൊണ്ട് നല്ല പുത്തനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കണ്ടേ നോക്കുകയാണെങ്കിൽ ഒലിവറിൻ്റെ കപ്പ് സംഭവങ്ങളാണ്. ഒലിവറിൻ്റെ പ്ലേറ്റ് നിങ്ങൾ കണ്ടു. അപ്പോൾ ഒലിവറിൻ്റെ കപ്പ്, ബോട്ടിൽസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അങ്ങനെയൊക്കെ എവിടെയെന്ന് നിങ്ങൾ എന്തായാലും ചോദിക്കില്ല. അപ്പോൾ ഇവിടെയാണ് ഞാനത് വെച്ചിട്ടുള്ളത്. സ്ട്രോ കപ്പ് അല്ലാത്തത്, ഫീഡിങ് ബോട്ടിൽസ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഒലിവറിൻ്റെ ഇവിടെ ഞാൻ അഡീഷണൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു മുകൾ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെയാണ് നമ്മൾ ഇതൊക്കെയല്ല ഇപ്പോൾ എം ടി ആയിട്ടിരിക്കുക. ചില സമയത്ത് ഇത് ഫുള്ളായിരിക്കും. ഇതൊക്കെ തീർന്നതുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ സ്റ്റോറേജിൻ്റെ സംഭവങ്ങൾ. ഇത് ഒലിവറിൻ്റെ കുറുക്ക്, അരി, അങ്ങനത്തെ ഇത്. പിന്നെ മസാലാസ്, ഇത് തേയില, പഞ്ചസാര, അങ്ങനത്തെ ഇത് ഗ്യാസ് സാധനങ്ങൾ, എഗ്ഗ് അങ്ങനത്തെ വെക്കുന്നതും. പിന്നെ അവിടെയും കുറച്ച് ചില്ലറ സാധനങ്ങളുമായിട്ട് അത്രയേ ഉള്ളൂ മെയിനായിട്ട്. താഴെ വന്നിട്ട് നമ്മുടെ റാക്ക് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. കുക്കർ, അങ്ങനത്തെ പാത്രങ്ങൾ, അതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മുടെ മാവ് സംഭവങ്ങൾ, അതായത് ബാലൻസ് വരുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ, അതെല്ലാം നമ്മൾ ഈ ഒരു ബക്കറ്റിനകത്താണ് വെച്ചിട്ടുള്ളത്. പിന്നെ വന്നിട്ട് മുറം, മസാല, ഇതൊക്കെ വന്നിട്ട് മസാലാസ് വന്നതെന്ന് വെച്ചാൽ ചിക്കൻ ബിരിയാണിയൊക്കെ വയ്ക്കുമ്പോൾ ഉള്ള സാധനങ്ങളല്ല. ഈ ഒരു പാത്രം മാത്രം എടുത്താൽ മതി. മറ്റേ ബിരിയാണി മസാലാസിൻ്റെ മുന്തിരി, ഇത് പിന്നെന്താ ജീരകം, പട്ട, ഗ്രാമ്പു, അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഇതിനകത്താണ് ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ വന്നിട്ട് ഇവിടെ ഞാൻ ചായപാത്രം വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മുടെ അരി, ഗോതമ്പ് അരി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും. പിന്നെ ഇത് വന്നിട്ട് ഇവിടെ ഈ പാത്രങ്ങളാണ് മെയിനായിട്ട് ഞാൻ പറയില്ലേ ഫുഡൊക്കെ ആക്കുമ്പോൾ നമ്മൾ എല്ലാം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്, സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പാത്രങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കത്തില്ലേ, അങ്ങനത്തെ ഒരു പാത്രത്തിൻ്റെ സ്റ്റോക്കാണ്. പിന്നെ ഇതിൻ്റെ താഴെ വന്നിട്ട് നമ്മൾ പുട്ടുകുറ്റി, അങ്ങനത്തെ സാധനങ്ങൾ, അങ്ങനെ ഇടിയപ്പത്തിൻ്റെത്, ഇത് സാധനങ്ങളെല്ലാം സ്റ്റോക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഈ ഒരു സെക്ഷൻ വന്നിട്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ഗ്യാസ്. പിന്നെ ഇതിൻ്റെ താഴെ വന്നിട്ടാണ് കഴുകി വെക്കുന്ന പാത്രങ്ങൾ. ഇപ്പം നമ്മളിവിടെ നിന്ന് കഴുകിയിട്ട് താഴെ ഇതിനകത്താണ് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് ചിരവ. പിന്നെ ഇത് വന്നിട്ട് ഇഡലി കുട്ടകത്തിൻ്റെ സാധനങ്ങളൊക്കെ ഉള്ളിലൊരു ടേബിൾ നമ്മൾ ഇതിൻ്റെ അടിയിലോട്ട് സെറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെയാണ് നമ്മുടെ
നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ സംഭവങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. എനിക്ക് ആകെ 2 നോൺ സ്റ്റിക്കിൻ്റെ ഇങ്ങനത്തെ പാത്രങ്ങൾ 2 ഉള്ളൂ. 2 വെച്ചിട്ടാണ് മൂത്തൊന്നും കുക്ക് ചെയ്യുന്നത്. പിന്നെ ഇൻഡക്ഷനിൽ വെക്കുന്നത് അങ്ങനെയൊക്കെ കുറച്ചുള്ള പാത്രങ്ങളേ ഉള്ളൂ. ഒരുപാട് ഇതിൻ്റെ ഒരു കടായി സംഭവങ്ങൾ ഒന്നൊക്കെ ഉള്ളൂ. ഇൻഡക്ഷനല്ല നോൺ സ്റ്റിക്കിൻ്റെ സംഭവങ്ങൾ. പിന്നെ അലൂമിനിയത്തിൻ്റെ ഒരെണ്ണമുണ്ട്. അങ്ങനെ എല്ലാം സ്പെസിഫൈ ചെയ്ത് ഓരോന്നേ ഞാൻ ആക്കിയിട്ടുള്ളൂ. കാരണം പാത്രങ്ങളുടെ എണ്ണം കൂടിയിരുന്ന അതിന് വെക്കാനുള്ള സ്ഥലം വേണം. കാരണം ഒരു സമയം നമ്മൾ ഒരു ഇതേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ആട്ടോ ആക്കുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് ഇരുട്ട് മാത്രമേ ഉള്ളൂ. വെജിറ്റബിൾ കട്ടർ അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും താഴെ വന്നിട്ട് നമ്മുടെ സവാള, പൊട്ടറ്റോ അങ്ങനെയൊക്കെ എല്ലാം ഞാൻ താഴെയാണ് ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുള്ളത്. ഇതും വന്നിട്ട് ഈ പാത്രങ്ങളുടെയൊക്കെ അടപ്പായിട്ട് വരും. അതായത് ഓരോരോ പാത്രം അങ്ങനെയൊക്കെയുള്ള അടപ്പിൻ്റെ മാത്രമാണ് ഇതിൻ്റെ താഴെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ താഴെ അല്ലറ ചില്ലറ അല്ലാത്ത സാധനങ്ങൾ, അരി, അത് ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കിച്ചൻ്റെ ഒരു സെറ്റ്. പിന്നെ ആ കയറി വരുന്ന കതകിൻ്റെ ബേക്കിലാണ് ഞാൻ ചൂല്, ഡസ്പാനൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഡസ്പാൻ അവിടെ ഒരു വാളിൻ്റെ വാൾ ഹുക്ക് കെട്ടി വെച്ച് ഹാങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം ഉപയോഗിച്ചിട്ട് ഡസ്പാൻ കഴുകിയിട്ട് തൂക്കിയിടുമ്പം അതിൻ്റെ വെള്ളം നനവൊക്കെ പോയിട്ട് ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ നല്ലതാണ് പിന്നെ നമുക്ക് എടുക്കാൻ. അപ്പോൾ ഡസ്പാൻ ആ നീറ്റോടെ തന്നെ ഇരിക്കും. അപ്പോൾ ചൂല് ഇങ്ങനെ ഹൈഡ് ചെയ്തിട്ട് ഡോർ അടയ്ക്കുമ്പോൾ നമുക്കത് പുറത്ത് എക്സ്പോസ് ആവാത്ത തന്നെ ഇരിക്കും. പിന്നെ അതുപോലെ തന്നെ കിച്ചണിൽ ഞാനൊരു ചെയർ ഇടാറുണ്ട്. അപ്പോൾ മാക്സിമം കുക്കിംഗ് കഴിഞ്ഞ് അല്ലെങ്കിൽ കുക്കിംഗ് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഇരിക്കാനായിട്ട് എനിക്ക് ചെയർ മസ്റ്റാണ്. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ഫോണൊക്കെ നോക്കും, കുറച്ച് റിലാക്സ് ആവാൻ പറ്റും ചെയർ ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കിച്ചൺ. അപ്പോൾ കിച്ചൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ.